ഇന്നലെ ഉത്രാടായിട്ട് നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും തിരുവോണത്തിന് വലിയ മഴ കാണത്തില്ലായിരിക്കും. ഇന്നലെ പെരുമഴയല്ലായിരുന്നോ എന്ന്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടൊരു ക്ലൈമറ്റാണേ. വല്ലാത്ത മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഒന്നും ചെയ്യാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെയല്ലേ ക്ലൈമറ്റ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ക്ലൈമറ്റ് നമ്മുടെ മൂഡിനെയും ബാധിക്കുമല്ലേ. എനിക്കങ്ങനെയാണേ, നല്ല വെയിലെളുപ്പം നല്ല ഉഷാറാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് തോന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് പൂവിടാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പോന്നു കേട്ടോ. ഈ വർഷം ഇന്നും കൂടെയല്ലേ പൂവിടാനുള്ള അവസരമുള്ളൂ. അപ്പോൾ കുറച്ച് പൂവൊക്കെ പോയി നോക്കി, പക്ഷേ ചെമ്പരത്തി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ അല്ലേ ഉള്ളൂ, പിശുക്ക് കാണിക്കേണ്ട, മുറ്റത്തുള്ള ഡാലിയെന്നൊക്കെ ഓരോന്ന് പറിച്ചിട്ട് അങ്ങ് ഇടാന്ന്. ഉള്ളയിൽ 2 കളറ് ഡാലിയപ്പൂ ഉണ്ടായിരുന്നേ, അതങ്ങോട്ട് പിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ മെഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നന്നായിട്ട് മെഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നും കൂടെ അല്ലേ ഉള്ളൂ എല്ലാം. ഇപ്രാവശ്യം അത്തം 11ാമത്തെ ദിവസമല്ലേ തിരുവോണം വന്നേക്കുന്നത്. അപ്പോൾ 11 ദിവസം പൂവിടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പകുതി ദിവസം അമ്മ തന്നെയാണ് കേട്ടോ കൂടുതലും പൂവിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജോലിക്ക് പോവല്ലേ, വേണമെങ്കിൽ കാലത്ത് എണീറ്റിട്ട് പൂവൊക്കെ ഇടാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല മടി ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ക്ലൈമറ്റും കൂടെയല്ലേ. അങ്ങനെ മെഴുക്കും പറക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൂവിടാൻ തുടങ്ങിയിട്ടോ. ഡാലിയപ്പൂ വെച്ച് തന്നെ ഓൾ ഓവർ ഒന്ന് ചെയ്തു. പിന്നെ കുറച്ച് മല്ലിയപ്പൂവും എല്ലാം കൂടെ പറിച്ചിട്ട് കുറച്ച് വലുപ്പമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അങ്ങനെ തൃക്കാക്കരാപ്പനയൊന്നും വെക്കാറില്ല കേട്ടോ.